അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ സിയമ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ ഇത് സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു CC പ്ലാന്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൊറിയർ ചാർജും ആണ് കേട്ടോ വരുന്നത്. ഇതാ നല്ല ഹെൽത്തി ആയ ഒരു CC പ്ലാന്റ് ആണ്. ഇത് വില വരുന്നത് വെറും 100 രൂപയാട്ടോ വരുന്നത്. ഇതാ നല്ല ഹെൽത്തി എന്ന് വെച്ചാൽ 4 തൈകൾ തന്നെ ഇതിലുണ്ട് കേട്ടോ. 5ാമത്തെ ഇതാ പൊട്ടി വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു തൈയാണ് നമുക്ക് 100 രൂപക്ക് കിട്ടുന്നത്. അപ്പോൾ കണ്ടില്ലേ, ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഈ 2 പ്ലാന്റുകളാട്ടോ. അപ്പോൾ ഇതാ ഇത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ വ്യത്യാസമുണ്ട്? കണ്ടോ, ഇതിൽ വൈറ്റ് കൂടുതലാണ് വരുന്നത്. കണ്ടോ, ഇതിൽ ഗ്രീന് കൂടുതലാണ് വരുന്നത് കേട്ടോ. അതാണ് ഇത് രണ്ടിൻ്റെയും വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ ഓരോ തൈക്ക് വരുന്നത് 30 രൂപയായിട്ടാണ് വരുന്നത്. ഇത് ഇപ്പോൾ ഒന്നിച്ച് ചട്ടിയിലാണ്. ഇതിൻ്റെ ഓരോ തൈക്ക് വരുന്നത് 30 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? വൈറ്റ് കൂടുതലാണ് ഇതിൽ വരുന്നത്, ഇതിൽ ഗ്രീന് കൂടുതലായിട്ടോ വരുന്നത്. അപ്പോൾ പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ഇതാ CC പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് ഇതിൻ്റെ കേങ്ങാട്ടോ വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 50 രൂപയാണ് കേട്ടോ വരുന്നത്. വെറും 50 രൂപയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഈ പോട്ടോട് കൂടിയല്ല കേട്ടോ കിട്ടുക. നമ്മളിതിനെ പൊരിച്ച് കുറച്ച് മണ്ണോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ ഈ 3 പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ നമ്മളെടുത്ത്. കാരണം നമ്മൾ നേഴ്സറി അല്ല കേട്ടോ, വീട്ടിൽ ചെയ്യുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് തരുന്നത് ഉണ്ടാവുമെന്ന് 100% ഉറപ്പാട്ടോ. നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാത്ത ചെടികളാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയ ചെടികളാണ്. ചെടികൾ വാങ്ങുമ്പോൾ അങ്ങനത്തെ ചെടികൾ വാങ്ങാം. ഈ മറ്റ് നേഴ്സറികൾ നമ്മൾ വാങ്ങുമ്പോൾ ഇംഗ്ലീഷ് വളങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതായിരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഉണ്ടാവാൻ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളം ചെയ്താൽ മാത്രമേ പിടിക്കൂ. ഇങ്ങനത്തെ ഹോം ഗാർഡൻ എന്നൊക്കെ വാങ്ങുന്ന ചെടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും 99%. അപ്പോൾ അങ്ങനത്തെ ചെടികളൊക്കെ വാങ്ങി നട്ടാൽ നമുക്ക് പിടിച്ച് കിട്ടുന്നുള്ള ഉറപ്പാണ് കേട്ടോ. ചിലർ പറയും റോസാണെങ്കിലും ഏത് ചെടിയാണെങ്കിലും പിടിച്ച് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അത് നമ്മൾ നേഴ്സറികളിൽ നിന്ന് വാങ്ങുമ്പോഴാണ് ആ ഒരു വിഷയം വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.